നമസ്കാരമുണ്ട് കൂട്ടുകാരെ. നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ എല്ലാവരുടെ ഒരു ആഗ്രഹമാണ് ജീവിതത്തിൽ ഒരു വാഹനം വാങ്ങിക്കാമെന്നുള്ളത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പുതിയ വണ്ടി വാങ്ങിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കത്തില്ല. അപ്പോൾ യൂസ്ഡ് കാറുകൾ നമ്മൾ അന്വേഷിക്കും. നല്ല കാര്യമാണ്. അപ്പം നിങ്ങൾ അങ്ങനെ വാഹനം മേടിക്കാൻ പോവുകയാണെങ്കിൽ എൻ്റെ ഈ വീഡിയോ കണ്ടേച്ച് നിങ്ങൾ പോവുക. നിങ്ങൾക്ക് ഒത്തിരി പ്രയോജനപ്പെടും. കാര്യം സെക്കൻഡ് ഹാൻഡ് വണ്ടി മാർക്കറ്റിൽ നമുക്ക് ഒത്തിരി അവൈലബിളാണ്. എങ്കിലും എന്തൊക്കെ അറിയണമെന്നുള്ള കാര്യം സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇല്ല പ്രശ്നത്തിലേക്ക് പോവും, പൈസ നഷ്ടമാവും, കേസിനും വഴക്കിനും ഒക്കെ പോകണം. പുതിയ കാറ് വാങ്ങിക്കുവാണെങ്കിൽ യാതൊരു പ്രശ്നമില്ല. എന്നാൽ സെക്കൻഡ് ഹാൻഡ് കാറ് വാങ്ങിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിലൊന്നാമത്തെ കാര്യം, വണ്ടി ഡീസൽ ആയിക്കോട്ടെ പെട്രോൾ ആയിക്കോട്ടെ വാങ്ങിക്കാൻ പോകുമ്പോൾ മാർക്കറ്റ് വാല്യൂ ഉള്ള വണ്ടിയാണോ എന്ന് നോക്കുക. കാര്യം അത് മാർക്കറ്റിൽ ഓൾറെഡി എല്ലാവരും, സിമ്പിളായിട്ട് പറഞ്ഞാൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന വാഹനമാണോ എന്ന് നോക്കണം. മാർക്കറ്റ് വാല്യൂ അല്ലെ നിങ്ങളത് വാങ്ങിക്കും, നിങ്ങൾ വാങ്ങിച്ചത് ഇപ്പോൾ സഹിച്ചു പോകും, പിന്നെ അത് വിൽക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ആദ്യമേ നിങ്ങൾ വണ്ടി തിരക്കുമ്പോൾ മാർക്കറ്റ് വാല്യൂ ഉള്ള വണ്ടി വാങ്ങിക്കാൻ നോക്കണം. നിങ്ങൾ ഒരു അത്യാവശ്യം വന്ന വണ്ടി വിറ്റാൽ അതാരെങ്കിലും പെട്ടെന്ന് വാങ്ങിക്കണം. അതൊന്ന് ശ്രദ്ധിക്കണേ. പിന്നത്തെ കാര്യം, ഫസ്റ്റ് ഓണർ വണ്ടി വാങ്ങിക്കാൻ നോക്കണം. ഫസ്റ്റ് ഓണർ എന്ന് പറഞ്ഞാൽ ആദ്യമേ ആരാണോ അദ്ദേഹം വാങ്ങിച്ചത് അതാണ് ഫസ്റ്റ് ഓണർ. ഷോറൂമിൽ നിന്ന് എപ്പോൾ നമ്മൾ വാഹനം എടുത്താലും അതിനകത്ത് ആർസിക്കകത്ത് ഫസ്റ്റ് ഓണർ എന്ന് എഴുതിയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഓണർ വണ്ടിയെ വാങ്ങിക്കാം. സെക്കൻഡ് ഓണർ കുഴപ്പമില്ല, എങ്കിലും ഞാൻ സജഷൻ ചെയ്യുന്നത് ഫസ്റ്റ് ഓണർ വണ്ടി വാങ്ങിക്കാം. ഇഷ്ടം പോലെ മാർക്കറ്റിൽ അവൈലബിളാണ്. അതൊന്ന് ഓർത്തോണേ. ഫസ്റ്റ് ഓണർ അത് ആർസിക്കകത്ത് നോക്കുമ്പം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുക. ഓതറൈസ് സെൻറ്ററിൽ നിന്ന് മാത്രം വാഹനം വാങ്ങിക്കാൻ നോക്കുക. നല്ല ഡീലറോ അങ്ങനെ ഒക്കെ വണ്ടി നമ്മൾ വാങ്ങിക്കാം. പിന്നത്തെ കാര്യം, പ്രധാനപ്പെട്ട കാര്യം സർവീസ് റെക്കോർഡാണ്. വാഹനം നമ്മൾ വാങ്ങിക്കുന്ന വാഹനത്തിന് സർവീസ് റെക്കോർഡുണ്ട്. സർവീസ് റെക്കോർഡ് ഇല്ലാത്ത വണ്ടി എന്തിനു വാങ്ങിക്കണം? ചിലർ പറയും എന്തിനാ സർവീസ് റെക്കോർഡ്, ഒത്തിരി പഴക്കമായില്ലയോ? ഞങ്ങൾ ആ വർക്ക്ഷോപ്പിലാണ് പണിയുന്നത്, ഈ വർക്ക്ഷോപ്പിലാണ് പണിയുന്നത്. അങ്ങനെ വർക്ക്ഷോപ്പുകളിൽ അവിടെ ഇവിടെ പണിഞ്ഞ സർവീസ് റെക്കോർഡ് വണ്ടിക്ക് കിട്ടത്തില്ല. സർവീസ് റെക്കോർഡ് കിട്ടണമെങ്കിൽ ഷോറൂമിൽ തന്നെ അവരുടെ ഓതറൈസ് സെൻറ്ററിൽ തന്നെ അത് സർവീസ് ചെയ്യും. ആ വാഹനം ഏതാണോ ആ വാഹനത്തിൻ്റെ സർവീസ് സെൻറ്റർ ഉണ്ട്. അപ്പോൾ സർവീസ് സെൻറ്റർ ഉള്ള വാഹനം മാത്രമേ നിങ്ങൾ വാങ്ങിക്കാവൂ. അത് സർവീസ് സെൻറ്ററിൽ ചെന്നാൽ നിങ്ങൾക്കത് ലഭ്യമാണ്. നിങ്ങൾ ഡീലറോട് ചോദിക്കുക, ഇതിന് സർവീസ് റെക്കോർഡ് ഉണ്ടെങ്കിൽ ആ റെക്കോർഡ് കാണിച്ചാൽ അവർ നിങ്ങൾക്ക് സർവീസ് റെക്കോർഡ് എടുത്തു തരും. അപ്പോൾ സർവീസ് റെക്കോർഡ് ഉള്ള വണ്ടി മാത്രമേ വാങ്ങിക്കാവൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എല്ലാ വണ്ടിക്കും സർവീസ് റെക്കോർഡുണ്ട്? തീർച്ചയായിട്ടും അങ്ങനെയുള്ള വണ്ടി മാർക്കറ്റിൽ കിട്ടുമല്ലോ. നിങ്ങൾ അന്വേഷിച്ചാൽ മതി, അങ്ങനെയുള്ള വണ്ടിയെ വാങ്ങിക്കാം. പിന്നെ പൈസ കൊടുക്കുന്നതിന് മുമ്പ് വണ്ടിക്ക് ആക്സിഡൻറ്റ് വല്ലതും ഉണ്ടോ, കേസ് വല്ലതും ഉണ്ടോ എന്ന് തരണം. അത് നിങ്ങൾ അവരോട് ചോദിച്ചാൽ മതി. ഡീലറോടോ, അവർക്കൊരു വിഷയം അറിയത്തില്ലായിരിക്കും. ഓണറോട് തന്നെ ചോദിക്കും. വണ്ടിയുടെ ഫസ്റ്റ് ഓണർ ആരാണോ അത് വിൽക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലെ ആരാണോ അത് വിൽക്കാൻ അത് മാർക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്, ഓണറെ കണ്ട് സംസാരിക്കുക. ആക്സിഡൻറ്റ് വല്ലതും ഉണ്ടോ, കേസോ വഴക്കോ ഇല്ലെങ്കിൽ ആ വണ്ടി വാങ്ങിക്കാം. ഇല്ല അവർ പറയുന്നില്ലേ നമ്പർ, ഇതുപോലുള്ള സെൻറ്ററുകളുണ്ട്. ആക്സിഡൻറ്റ് വണ്ടിക്കുണ്ടോ എന്നറിയുന്ന പല സെൻറ്ററുകളിൽ നമുക്ക് അവൈലബിളാണ്. പോലീസുകാർ വഴി നിങ്ങൾക്കത് തിരക്കാം. പിന്നെ ഓണർ വരാതെ അല്ലെങ്കിൽ ആർസിക്കകത്ത് എഴുതിയ ഓണറുടെ പേര് നിങ്ങൾ കാണാതെ, അദ്ദേഹത്തെ കാണാതെ, അല്ലെ ആരാണോ അതിൻ്റെ ഉടമയെ കാണാതെ ഒരിക്കലും പേയ്മെൻറ്റ് ചെയ്യുമോ എഗ്രിമെൻറ്റ് ചെയ്യുമോ ചെയ്യരുത്. പൈസ കൊടുക്കുന്നതിന് മുമ്പ് പറയണം, ഞങ്ങൾക്കിതിൻ്റെ ഓണറെ ഒന്ന് കാണണം. അപ്പോൾ ഓണറെ കാണിക്കുന്നില്ല എങ്കിൽ ആ വണ്ടി എന്തിനാണ് വാങ്ങിക്കുന്നത്? അപ്പോൾ ഓണറും ഏതിൻ്റെ ആയിരിക്കും വിൽക്കുന്ന, കുഴപ്പമില്ല. പക്ഷെ ഓണറെ കണ്ടതിന് ശേഷമേ നിങ്ങൾ അതുമായിട്ട് ടാലി RC, അതുപോലെ ആധാർ കാർഡും അതുപോലെ വണ്ടിയുടെ RC അദ്ദേഹത്തിൻ്റെ പേരുമായിട്ട് ടാലി ചെയ്ത് അദ്ദേഹമാണെന്ന് ഉറപ്പ് വരുത്തിയെങ്കിൽ മാത്രമേ വണ്ടി വാങ്ങിക്കാവൂ. പിന്നെ ഒരു മെക്കാനിക്കിടെ കൊണ്ടുപോയി തന്നെ ഓടിച്ചു നോക്കി വണ്ടിയുടെ ഓടിച്ചു നോക്കുമ്പോൾ 10 മിനിറ്റ് ഓടിക്കണം. അര മിനിറ്റോ 1 കിലോമീറ്റർ ഒന്നും ഓടിച്ചാൽ വണ്ടിയെ പറ്റി കൂടുതലായിട്ട് അറിയത്തില്ല. വണ്ടി എപ്പോൾ ഓടിച്ചു നോക്കിയാലും ഇഞ്ചൻ ചൂടാവുന്നവരെ ഓടിക്കും. 10 മിനിറ്റ് വണ്ടി
ഓടിച്ച് നോക്കണം. ഓക്കെ, ചെറുതായിട്ടൊന്ന് കറക്കി, അങ്ങനെ വണ്ടി അറിയാനൊക്കത്തില്ല. നല്ല വണക്ക് ഓടിച്ച് ഇഞ്ചൻ ചൂടാവുന്നവരെ ഓടിച്ച് എല്ലാ ഗിയറും ഇട്ട് ഓടിച്ച് അതിന് ശേഷം ആ മെക്കാനിക്കിനെ കൊണ്ട് ചെക്ക് ചെയ്തിട്ട് വണ്ടി എടുക്കാം. അപ്പോൾ വീഡിയോ ഞാൻ ഒത്തിരി ലെങ്ത് ആക്കുന്നില്ല. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ വണ്ടി എടുക്കാനായിട്ട് നാളെ പോവുകയാണ്. അപ്പോൾ കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഇതിൽ കമൻറ്റ് ബോക്സിൽ വാഹനത്തെപ്പറ്റി, സെക്കൻഡ് ഹാൻഡ് വണ്ടിയെപ്പറ്റി എന്തറിയണോ കമൻറ്റിലൂടെ രേഖപ്പെടുത്താം. വരും ദിവസങ്ങളിൽ നമ്മളുടെ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് ഇടുന്നത്. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.